السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العلي العظيم وصدق الله رسول النبي الكريم ونحن على الشاهدين الشاكرين الحمد لله رب العالمين. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട നല്ല അമലായി അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഈ കൂടൽ പോലെ തന്നെ ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആവാതെ ഇനിയും അനേകം റമദാനുകൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സമയത്ത് റമദാൻ നമ്മോട് ഇവിടെ പറയാൻ പോവുകയാണ്. നമുക്ക് ഓരോരുത്തരും അവനവന് കഴിയുന്ന രീതിയിലുള്ള ഇബാദത്ത് കൊണ്ട് റമദാനിനെ ആദരിച്ചു ധന്യമാക്കി ഇനി ഇൻഷാ അല്ലാഹ് ശേഷിക്കുന്ന ദിവസങ്ങളിലും നാം ഓരോ സെക്കൻഡിനും ഏറ്റവും പ്രധാനപ്പെട്ട വില കൊടുത്തുകൊണ്ട് തന്നെ അതിനെ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്ക് റമദാനിൻ്റെ മഹത്വങ്ങൾ കൂടുതലായിട്ട് ഇപ്പം ഇനി പറയേണ്ട കാര്യമില്ല, കാരണം റമദാൻ കുറേ കഴിയാനായല്ലോ. എന്നിരുന്നാലും നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത എത്രയോ സമുദായം പണ്ട് കഴിഞ്ഞുപോയി. അവരൊക്കെ നബിയുടെ ഉമ്മത്താകാൻ തൗഫീഖ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആളാണ്, പറഞ്ഞവരാണ്. നബിൻ്റെ ഉമ്മത്താവാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച ആളുകളാണ് മുൻകൊഴിഞ്ഞു പോയ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പോരും. എന്തുകൊണ്ട് അങ്ങനെ അവർ ചിന്തിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വളരെ തുച്ഛമായ പ്രായം വയസ്സ് മാത്രമേ നമുക്കുള്ളൂ. ഈ തുച്ഛമായ പ്രായത്തിൽ തന്നെ വയസ്സിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഓരോ അമലിനും മറ്റുള്ള സമുദായത്തിന് എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയ സമുദായത്തിന് കൊടുക്കാത്ത അത്ര അധികമുള്ള പ്രതിഫലങ്ങളും അത്ര അധികമുള്ള ഇബാദത്തിൻ്റെ കൂലികളും നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, നമ്മളൊക്കെ പണ്ടേ കേട്ടതായിരിക്കാം, ഒരു സുന്നത്തായ അമൽ, നിസ്കാരം മാത്രമല്ല, സുന്നത്തായ ഏതൊരു അമലെടുത്താലും അതിൻ്റെ ഫർദിൻ്റെ കൂലി കൊടുക്കാമെന്നും ഒരു ഫർദ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 70 ഫർദിൻ്റെ കൂലി കൊടുക്കാമെന്നും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്കുള്ള സമയത്തിൻ്റെ ഇബാദത്തിൻ്റെ ഒക്കെ ബഹുമാനവും നിലവാരവും എത്രയുണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ അതാണല്ലോ നമ്മുടെ ആ റമദാനു ഇലാ റമദാൻ കഫാറത്തു ലിമാ ബൈനഹുമാ എന്ന ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റമദാൻ മുതൽക്ക് അടുത്ത റമദാൻ വരെയുള്ള ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളൊക്കെ നമുക്ക് പാപം പൊറുക്കപ്പെടാനുള്ള സമയമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ റമദാൻ ആയിക്കൊണ്ട് നാം ആദരിക്കുകയും ആ റമദാന് ബഹുമാനം കൊടുക്കാൻ മുന്നോട്ട് പോയി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകമാണ്. ഇങ്ങനെ ഓരോന്നിനും അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശേഷിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓരോ കാലം ചെയ്യുമ്പോൾ അത് നമ്മുടെ തറാവി അത് എങ്ങനെയെങ്കിൽ 20 റക്അത്തൊക്കെ പൂർത്തിയാക്കി സലാം പൊട്ടി പോകാം എന്നുള്ളൊരു കവിഞ്ഞ് ഞാൻ എടുക്കുന്ന ഈ 2 റക്അത്തിന് ഒരു ഫർദിൻ്റെ കൂലിയുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ ഹർഫ് ഖുർആനിനും സാധാ സമയത്തുള്ളതിനേക്കാൾ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന നെയ്യത്തോട് തന്നെ ചെയ്യണം. അപ്പം നമുക്ക് നിലവാരം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഇവിടെ ദുആക്ക് വരാൻ പോകുന്നുണ്ട്. ഇനി ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇബാദത്ത് എടുത്തുകൊണ്ട്
റമദാനിനെ അർഹിക്കുന്ന നിലയ്ക്ക് അതിൻ്റെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് മാറാവട്ടെ എന്ന് മാത്രം ദ്വാരന്നുകൊണ്ട് ഈ മഹത്തായ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനത്തെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.